മധ്യതിരുവിതാംകൂറിന്റെ അനുഷ്ഠാന കലാരൂപമാണ് പടയണി. അത് കാവിന്റെ കലയാണ്. അമ്മയും മക്കളും ഒന്നാകുന്ന കാളികുലത്തിന്റെ ആഘോഷമാണ് പടയണി. കാളി പ്രീതിക്ക് വേണ്ടി നടത്തപ്പെടുന്ന അതിപ്രാചീനമായ ആചാരവിശേഷമാണിത്. പച്ചപ്പാളയിൽ പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ട് പടയണി കോലങ്ങളിൽ എഴുതപ്പെടുന്നത് മന്ത്രമൂർത്തികളെയും ബാധാമൂർത്തികളെയുമാണ്. പാട്ടിനും കൊട്ടിനും ചുവടിനും ഒപ്പം ഭഗവതിക്ക് ഈ കോലങ്ങൾ സമർപ്പിക്കുന്നതോടെ ദേവപ്രീതി ഉണ്ടാകുന്നു. 51 പാളയിൽ എഴുതിയ ഭൈരവി കോലങ്ങൾ മുതൽ ഒറ്റപ്പാളയിൽ മുഖാവരണം തീർത്ത പിശാചുക്കൾ വരെ പടയണിക്കളത്തിൽ അമ്മ ദൈവത്തിന്റെ മുമ്പിൽ തുള്ളിയുറയുന്നു. അതോടെ കാളി സംപ്രീതയാകുന്നു. അമ്മയുടെ ചുവടായ താവടി ചവിട്ടി കാർഷിക സംസ്കൃതിയുടെ കഥ പറയുന്ന പുലവൃത്തത്തിൽ തുടങ്ങി മംഗള ഭൈരവി വരെയുള്ള വിവിധയിനം കോലങ്ങളാണ് താഴൂർ ഭഗവതിക്കു മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നത്. പൈശാചിക ശക്തികളുടെ പിടിയിൽ നിന്നും മനുഷ്യമനസ്സിനെ മോചിപ്പിക്കുന്നതിനും കാർഷിക അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ സംരക്ഷണത്തിനുമായി പിശാച് കോലം സമർപ്പിക്കപ്പെടുന്നു. മാരകരോഗങ്ങളിൽ നിന്നും സമൂഹത്തെയും വ്യക്തികളെയും രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടെ മറുതകോലങ്ങൾ, സ്ത്രീകളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഐശ്വര്യത്തിനുമായി യക്ഷിക്കോലങ്ങൾ. മരണഭയത്തിൽ നിന്നും മോചനം നേടാനും അപമൃത്യുവിൽ നിന്നും രക്ഷ നേടുന്നതിനുമായി കാലൻ കോലം. സർവൈശ്വര്യ സിദ്ധിക്കും ജീവിത സൗഭാഗ്യങ്ങൾക്കുമായാണ് 51 പാളയിൽ തീർത്ത ഭൈരവി കോലങ്ങൾ തുള്ളുന്നത്. 100 മൃത്യുഞ്ജയ ഹോമത്തിന് സമമാണ് ഒരു കാലൻ കോലം തുള്ളൽ. കുംഭത്തിലെ ഭരണി നാളിൽ ഏറ്റവും കൂടുതൽ ഭൈരവി കോലങ്ങൾ സമർപ്പിക്കപ്പെടുന്ന മധ്യതിരുവിതാംകൂറിലെ പുരാതനമായ പടയണിക്കാവുകളിൽ ഒന്നാണ് താഴൂർ ഭഗവതി ക്ഷേത്രം. വിവിധ കരകളിലെ വഴിപാടുകാരുടെ ഭവനങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള കോലം എഴുന്നള്ളത്താണ് താഴൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത. മധ്യകേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കടമ്മനിട്ട ഗോത്രകലാ കളരിയും താഴൂർ ശ്രീഭദ്ര പടയണി സംഘത്തിലെ 50ഓളം കലാകാരന്മാരും ചേർന്നാണ് താഴൂർ പടയണി അവതരിപ്പിക്കുന്നത്.
ക്ഷേത്രത്തോടനുബന്ധിച്ച് ശ്രീഭദ്ര കോലമെഴുത്ത് സംഘവും പ്രവർത്തിച്ചു വരുന്നു. കോലമെഴുത്തിലെ വ്യത്യസ്തമായ സങ്കേതങ്ങളും ശൈലികളും ദർശിക്കാം എന്നതാണ് താഴൂർ പടയണിയുടെ സവിശേഷത.